നീയിപ്പോഴും ഹരിയെയാണോ സീതാലക്ഷ്മി സ്നേഹിക്കുന്നത്? ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ണൻ്റെ ചോദ്യം. അതും കണ്ണിലേക്ക് നോക്കിക്കൊണ്ട്. ഒരു വേള അവൻ തൻ്റെ കണ്ണുകളിൽ പ്രണയത്തിൻ്റെ കടലാഴങ്ങളെ തേടുകയാണോ എന്ന് തോന്നിപ്പോയി സീതയ്ക്ക്. ആത്മാവിനാഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ നോട്ടത്തിനും ചോദ്യത്തിനുമിടയിൽ സീത തളർന്നിരുന്നു പോയി. ഇനിയെത്ര കള്ളങ്ങൾ അവന് മുന്നിൽ നിരത്തിയാലും അവനെ നോക്കുന്ന കണ്ണുകൾക്ക് കണ്ണനോട് കള്ളം പറയാനാവില്ലെന്ന് സീതയ്ക്ക് നന്നായിട്ടറിയാം. അവനോടുള്ള പ്രണയം അടയാളപ്പെടുത്തിക്കൊണ്ട് അവ അവനു മുന്നിൽ സീതാലക്ഷ്മിയുടെ ഹൃദയം വരച്ച് കാണിക്കും. എന്തേ സീതാലക്ഷ്മി ഉത്തരം പറയുന്നില്ല? മറുപടിയില്ലാത്ത ഒന്നിനും ഒരു പരിധിയിൽ കൂടുതൽ കാത്തു നിൽക്കരുതെന്ന് എൻ്റെ പപ്പ പറയാറുണ്ട്. കാരണം മറുപടിയില്ലായ്മയും ഒരു തരത്തിൽ അവഗണനയാണ്. സീതാലക്ഷ്മി മനഃപൂർവ്വം എന്നെ അവഗണിക്കുന്നുണ്ടോ? വീണ്ടും കണ്ണൻ്റെ ചോദ്യം. സീത ഇരുന്നിടത്ത് നിന്നും വേഗം എഴുന്നേറ്റു. അവനിൽ നിന്നും തിരിഞ്ഞു നിന്ന് കളഞ്ഞു. അങ്ങനെയൊരവസ്ഥയിലായിരുന്നിട്ട് കൂടിയും എന്നെ കണ്ടപ്പോൾ തിളങ്ങുന്ന നിന്റെ കണ്ണുകൾ എന്നെ വല്ലാതെ മോഹിപ്പിച്ചു. എൻ്റേതായി കണ്ടിട്ട് തന്നെയാണ് ഈ നിമിഷം വരെയും നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവനും എഴുന്നേറ്റുകൊണ്ട് സീതയുടെ അരികിൽ പോയി നിന്നു. ഇഷ്ടമല്ലെന്ന് നീ ഈ നിമിഷം എന്നോട് പറഞ്ഞാൽ? പാതിയിൽ നിർത്തിയ കണ്ണന് നേരെ അറിയാതെ തന്നെ സീത തിരിഞ്ഞുപോയി. ഉപേക്ഷിച്ച് മടങ്ങുമെന്നാണോ? അവളുടെ മുഖത്തെ പരിഭവം അറിഞ്ഞിട്ടും കണ്ണൻ മനഃപൂർവ്വം അവളോട് ബാക്കി പറഞ്ഞില്ല. നിനക്ക് മുന്നിൽ ഞാൻ സ്നേഹം അഭിനയിച്ചിട്ടില്ല സീതാലക്ഷ്മി. തുറന്ന് കാണിച്ചതെൻ്റെ ഹൃദയമായിരുന്നു. നിന്നെ വേദനിപ്പിക്കാനല്ലായിരുന്നു അത്. നിന്റെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ കൂടെയുണ്ടെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തി തരാനായിരുന്നു. നിന്റെ സന്തോഷമില്ലാതാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പകരം എന്നോട് ചേർത്തിട്ട് എൻ്റെ പ്രണയത്തിൻ്റെ നിറവിൽ നിന്നെ ആ നിർവൃതിയുടെ ലഹരിയിൽ കൂടുതൽ സന്തോഷിപ്പിക്കാനാണ് ഞാനും ആഗ്രഹിച്ചത്. ആർദ്രമായ അവൻ്റെ സ്വരം പ്രണയം കൊണ്ട് ഹൃദയഭിത്തിയിൽ പ്രകമ്പനം കൊള്ളിക്കുന്നു. സീത കൂടുതൽ തളർന്നു. ഒരിക്കലും നിനക്ക് മുന്നിൽ ഞാനും എൻ്റെ സ്നേഹവും ഒരു ശല്യമാവില്ല. കൺമുന്നിൽ പോലും വരാത്ത വിധം ഞാൻ മാറിപ്പോയിക്കോളാം. പക്ഷേ അതിനു മുന്നേ എനിക്കറിയണം, ഞാൻ നിന്റെ സ്നേഹം കൊതിക്കുന്നത് വെറുതെയാണോ? സീതാലക്ഷ്മിക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാനാവില്ലെങ്കിൽ ഞാനീ വിങ്ങല് സഹിച്ചു നീറുന്നതുകൊണ്ട് അർത്ഥമില്ലല്ലോ. അവൻ്റെ ഓരോ വാക്കും അവൾക്കുള്ളിൽ വീണ് ചിതറുമ്പോൾ അതോടൊപ്പം തന്നെ അത്രയും ആഴത്തിൽ ഹൃദയത്തിൽ ഓരോ പോറൽ വീഴുന്നു, വിങ്ങുന്നു. സീതാലക്ഷ്മിയെ അതൊരുപാട് വേദനിപ്പിക്കുന്നു. സ്നേഹിക്കപ്പെടാതെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു പ്രണയവും സഫലമായിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്കറിഞ്ഞേ തീരൂ, ഈ സീതാലക്ഷ്മി എന്നെ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എല്ലാത്തിനും ഒരുപാട് സ്ട്രോങ്ങായി നിൽക്കുന്ന സീതാലക്ഷ്മി പിന്നെന്താണ് എനിക്ക് മുന്നിൽ മാത്രം ഇത്രയും വിളറി വിയർത്ത് നിന്നിട്ട് എന്നോട് സ്നേഹമാണെന്ന് വെറുതെ എൻ്റെ മനസ്സിനെ കുതിപ്പിക്കുന്നത്? സീതയുടെ മനസ്സിൻ്റെ പിടിവിട്ടു തുടങ്ങിയിരുന്നു. വരും വരായികയൊന്നും ഓർക്കാതെ ആ സ്നേഹത്തിൽ അലിയാൻ ഒരുപാട് കൊതിക്കുന്നു. എത്ര സ്ട്രോങ് ആയിട്ട് നിന്നാലും പ്രണയത്തിന് മാത്രം സീതാലക്ഷ്മിയോട് ഏറ്റുമുട്ടി ജയിക്കാനായില്ലെന്ന് അവനോട് ഉറക്കെ പറയണമെന്നുണ്ട് അവൾക്ക്. കിണ്ണൻ്റെ പ്രണയത്തിന് മുന്നിൽ സീത മൂക്കുകുത്തി വീണുപോയെന്ന് എങ്ങനെ പറയാനാണ്? സീതയുടെ വിരലുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു. മുഖത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ആ ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാനല്ലേ, എന്നോടല്ലേ സീതാലക്ഷ്മി? വീണ്ടും അവനിലേക്ക് ആ കള്ളത്തരം തിരികെ വന്നു ചേർന്നു. സീതയ്ക്ക് അവൻ്റെ നേരെയൊന്ന് നോക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ കൂട്ടുകാർ വന്നത് എന്നെ കൊണ്ടുപോവാനാണ്. ഇങ്ങനെ മിണ്ടാതെ നിന്നാൽ ഈ മൗനത്തിനർത്ഥം എന്നോടുള്ള സ്നേഹമില്ലായ്മയാണെന്ന് കരുതി നാളെ രാവിലെ ഞാനും അവർക്കൊപ്പം തിരികെ മടങ്ങും. ഇനിയൊരിക്കലും തിരികെ വരില്ല. കണ്ണൻ വീണ്ടും അവളെ നോക്കി. സീത നിറഞ്ഞ കണ്ണോടെ അവനെയൊന്ന് നോക്കി. നിമിഷങ്ങൾക്കകം അവളുടെ മുഖം ചുവന്നു. നിങ്ങൾക്ക് പോണോ? അവളുടെ ചോദ്യം അവന് നേരെ കൂർത്തു. നിനക്കിഷ്ടമല്ലെങ്കിൽ? അവനത് പറഞ്ഞു മുഴുവനാക്കും മുന്നേ തന്നെ സീതയെ അവൻ്റെ ബനിയൻ പിടിച്ചുലച്ചു. യാതൊരു മോഹവുമില്ലായിരുന്നു എനിക്കെൻ്റെ ജീവിതത്തിൽ. ആ എന്നെ ഓരോ നോട്ടം കൊണ്ടും ഹൃദയം തുളഞ്ഞു കയറുന്ന വാക്കുകൾ കൊണ്ടും ഒരു മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്നെ ഇങ്ങനെ പാതി വഴിയിൽ വിട്ടിട്ട് പോവണോ നിങ്ങൾക്ക്? കരച്ചിൽ പുരണ്ട ആ വാക്കുകൾക്ക് സീതാലക്ഷ്മിയുടെ ഉള്ളിലെ പ്രണയത്തിൻ്റെ കനമുണ്ട്. പ്രതീക്ഷിച്ചത് തന്നെ കിട്ടിയതിൻ്റെ മാധുര്യം നുണഞ്ഞുകൊണ്ടാണ് കണ്ണൻ അവൾക്ക് മുന്നിൽ നിന്ന് കൊടുക്കുന്നത്. ഈ സീതാലക്ഷ്മി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന കണ്ണേട്ടാ. കരഞ്ഞുകൊണ്ട് സീതയെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കണ്ണൻ്റെ കൈകളും അവളെ വലയം ചെയ്തു. വല്ലാത്തൊരു തിളക്കത്തോടെ അവൻ്റെ കണ്ണുകൾ അവളിൽ കുരുത്തി. നിങ്ങളില്ലാതെ വയ്യുന്നതുപോലെ എന്നെ സ്നേഹം കൊണ്ട് തടവിലാക്കിയിട്ട് ഇനി കണ്ണേട്ടനും പോണോ? വേണ്ടാന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും
ഹരി എന്ന എൻ്റെ ഹൃദയമറിയുന്ന കൂട്ടുകാരനോട് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും എനിക്ക് മുന്നിലേക്ക് സ്നേഹം വെച്ച് നീട്ടിയത് നിങ്ങളല്ലേ? ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ വെറുമൊരു കൗതുകം മാത്രമായിരുന്നോ കണ്ണേട്ടന് സീതാലക്ഷ്മി? കണ്ണീരാണ് അവരുടെ വാക്കുകളുടെ രുചി, ഓരോന്നും നേരെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നത്. കണ്ണൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. കണ്ണേട്ടൻ്റെ കൗതുകമല്ല നീ. കണ്ണൻ അവൾക്ക് മുന്നിലേക്ക് മനസ്സ് തുറന്നു വെച്ചു. കണ്ട അന്ന് വെറുമൊരു കൗതുകമായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ എനിക്കെൻ്റെ പ്രാണനോളം വിലപ്പെട്ടതാണ് സീതാലക്ഷ്മി. പതിയെ അവളുടെ കാതിലാണ് അവനാ സ്നേഹം പറഞ്ഞത്. നിറഞ്ഞ കണ്ണോടെ സീത അവനെ മുഖമുയർത്തി നോക്കി. ഹരി നിനക്ക് പ്രിയപ്പെട്ടവനായിരിക്കാം, പക്ഷേ എന്നെ കാണുമ്പോൾ നിന്റെ കണ്ണിലെ തിളക്കം എനിക്കറിയാനാവുന്നുണ്ട് സീതാലക്ഷ്മി. എത്രയൊക്കെ ഒളിപ്പിച്ച് പിടിച്ചാലും നിന്റെ മനസ്സെനിക്ക് കാണാം. കരച്ചിലൊതുങ്ങാതെ സീത അവനോട് ചേർന്ന് നിന്നിട്ട് തേങ്ങുന്നുണ്ട്. നിന്റെ മനസ്സിലെ പേടികളെയും എനിക്കറിയാം. തൽക്കാലം അതെല്ലാം മറന്നേക്ക്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ പെണ്ണാണ് നീ. എൻ്റെ കയ്യിൽ നീ സുരക്ഷിതയായിരിക്കും. എന്നാൽ നിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് തീർച്ചയായും എൻ്റെ ഉത്തരവാദിത്തമാണ്. കണ്ണൻ സീതയുടെ കവിളുകൾ തുടച്ചു കൊടുത്തു. കരയരുതേ എന്ന് പറയുന്നില്ല, പക്ഷേ നിനക്ക് ചായാൻ എൻ്റെ നെഞ്ചിൽ സ്ഥലമുള്ളിടത്തോളം കാലം നീ തനിച്ചാവില്ല. കണ്ണൻ വിയർത്ത് നനഞ്ഞ അവളുടെ മുടിയിഴകൾ കൊതിയൊതുക്കി കൊടുത്തു. എന്നെ അവഗണിക്കുന്നതിനോ കുറ്റപ്പെടുത്തുന്നതിനോ എനിക്ക് പരാതി പറയാൻ അർഹതയില്ല. കാരണം നിന്റെ സ്നേഹം ഞാൻ യാചിച്ചു വാങ്ങിയതുപോലെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ... കണ്ണൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ സീതയുടെ കൈകൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. പ്ലീസ്, ഇങ്ങനെയൊന്നും പറയല്ലേ. അവളുടെ പതിഞ്ഞ സ്വരം. സീതാലക്ഷ്മിക്ക് ദേഷ്യം കൂടുതലാണ്, വാശി കൂടുതലാണ്, അഹങ്കാരിയാണ്, തറുതല പറയാൻ മിടുക്കിയാണ്. അങ്ങനെ അനേകം പരിമിതികൾക്കുള്ളിലും സീതാലക്ഷ്മിയിലും നോവുന്നൊരു മനസ്സുണ്ടെന്നും കടലോളം സങ്കടങ്ങളെ അവളതിൽ അടക്കി പിടിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞ 2 or 3 പേരിൽ ഒരാളാണ് കണ്ണേട്ടാ നിങ്ങൾ. സീത അവൻ്റെ ചുണ്ടിൽ നിന്നും കൈകൾ എടുത്തു മാറ്റി. കണ്ണൻ്റെ നെഞ്ചിൽ നിന്നും അകന്നു മാറി നിന്നു. വെറുപ്പിൻ്റെ അലകളെയാണ് ഞാൻ ഇന്നോളം നേരിടാൻ പഠിച്ചിട്ടുള്ളത്. എന്നെ ആരും ഇത്ര സ്നേഹിച്ചിട്ടുണ്ടാവില്ല, കാത്തിരുന്നിട്ടുണ്ടാവില്ല. ചുവരിൽ ചാരി നിന്നിട്ട് അവൾ കണ്ണനെ നോക്കി മനോഹരമായി ചിരിച്ചു. നിങ്ങളുടെ സ്നേഹത്തെ നേരിടാൻ ഞാൻ പഠിച്ച അടവുകളൊന്നും പോരായിരുന്നു. കണ്ണേട്ടൻ്റെ കണ്ണിൽ ഞാൻ മറന്നു വെച്ചൊരു ലോകം തന്നെയുണ്ടായിരുന്നു. അവളെ കേൾക്കുമ്പോൾ അവനാണ് ശ്വാസം മുട്ടിയത്. ഇടുങ്ങിയ ജീവിത സാഹചര്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കണ്ണേട്ടാ നിങ്ങൾ? അവരാ സാഹചര്യങ്ങളെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് സഹിക്കാൻ പഠിക്കുന്നതെന്ന് വെറുതെയൊന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? സീത കണ്ണനെ നോക്കി. അവൻ അവളെ ഒന്ന് വേദനയോടെ നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എന്താണ് അവളോട് ആ നിമിഷം പറയേണ്ടതെന്ന് അവനും അറിയില്ലായിരുന്നു. അതുപോലൊരു സാഹചര്യത്തിൽ പൊരുതി ജീവിക്കാൻ പ്രാപ്തി നേടുക എന്നത് അത്ര എളുപ്പമല്ല. ഒരുപാട് പോരാടേണ്ടി വന്നേക്കാം. ഒറ്റപ്പെട്ടു പോയേക്കും. പ്രിയപ്പെട്ടവർക്കിടയിൽ അന്യയെപ്പോലെ. ഞാൻ ആ വേദന അനുഭവിച്ചിട്ടുണ്ട്. ആ നീറ്റലിൽ നീറി കഴിഞ്ഞിട്ടുണ്ട്. സീതയുടെ ശബ്ദമിടറി. എന്നിട്ടും ആരോടും ഞാൻ എന്നെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ആർക്കും അത് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങളുണ്ടല്ലോ കണ്ണേട്ടാ. നിറഞ്ഞ കണ്ണോടെ സീത അവനെ നോക്കി ചിരിച്ചു. നിങ്ങളെൻ്റെ ദേഷ്യത്തിന് പിന്നിലെ സങ്കടമാണ് കണ്ടത്. എൻ്റെ ചിരിയിൽ ഒളിപ്പിച്ച് പിടിച്ച വേദനകളെയാണ് തിരഞ്ഞു പിടിച്ചത്. പിന്നെ എങ്ങനെയാണ്? നിങ്ങൾക്കെൻ്റെ സ്നേഹമല്ല, എനിക്ക് നിങ്ങളുടെ കരുതലാണ് കൂടുതൽ ആവശ്യം. ജീവിക്കാൻ ഒരു കാരണം. സീത കണ്ണൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ അപ്പോഴും എനിക്ക് പറയാനുണ്ട്. നിങ്ങളുമൊത്തുള്ളൊരു ജീവിതം ഞാനും മോഹിച്ചു തുടങ്ങി എന്നത് നേരാണ്. പക്ഷേ ഞാനും എൻ്റെ സ്നേഹവും കിരൺ വർമ്മ എന്ന നിങ്ങൾക്കൊരു തമാശ മാത്രമാണെങ്കിൽ ദയവായി അതെന്നോട് പറയണം. തിരികെ നടക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇത്തിരി വേദനിക്കുമായിരിക്കും, പക്ഷേ... സീത വീണ്ടും ചിരിച്ചു. കണ്ണൻ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നു. എൻ്റെ മരണം കൊണ്ടല്ലാതെ നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയില്ല സീതാലക്ഷ്മി. വാക്കുകൾക്കൊപ്പം അവളെ ചേർത്ത് പിടിച്ചിട്ട് കണ്ണനാ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു.